ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇതാ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു കാർഡ്ബോർഡിന്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാർപ്പറ്റ് ഒക്കെ വാങ്ങുന്ന ടൈമിൽ അത് റോൾ ചെയ്ത് വരുന്ന ഒരു ബേസ് ആണ് കേട്ടോ. ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ഷീറ്റ് ഒക്കെ വെക്കുന്ന കടയുണ്ടാവല്ലോ, അപ്പൊ അവിടെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തരും. ഇതൊരു വലിയൊരു ട്യൂബായിട്ടാണ് ഉണ്ടാവുക. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള കത്തിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കത്തിയുടെ കോലം കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, ഇത് ഞാൻ ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കത്തിയാണ് കേട്ടോ. ഇത് ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്യില്ലേ, അതൊക്കെ ചെയ്യാനാണ് ഈ ഒരു കത്തി ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സൈഡിൽ മുരുമുരുള്ള കത്തി ഉണ്ടാവല്ലോ, ആ കത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സബ്ലോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചും കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിൽ ഇതാണല്ലോ എളുപ്പം കിട്ടുക, അതുകൊണ്ടാണ് ഈ ഒരു കത്തി വെച്ച് കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തുണ്ടാക്കിയ ഈ ഒരു ഗ്യാപ്പിന് ഏകദേശം ഒരു 4 സെന്റിമീറ്ററോളം വലുപ്പമുണ്ട്. ഇനി ഇത് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്ലാസ് ഒക്കെ ചില ടൈമിൽ നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലെ. ഇതുപോലെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്ന ഗ്ലാസ് ഒക്കെ നമ്മൾ പൊതുവെ വെക്കാറുള്ളത് ഷെൽഫിലാണ്. അതേസമയം ആ ഒരു ഷെൽഫിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വെക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രാക്ക് വീഴുകയും പിന്നെ സൈഡൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിന്റെ ബേസ് യൂസ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിന്റെ ബേസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലായിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഹാൻഡിൽ വരുന്ന രീതിയിൽ നമുക്ക് ഗ്ലാസ് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര ഗ്ലാസ് വേണമെങ്കിലും അടുക്കി വെക്കാവുന്നതാണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ഒന്നുകിൽ ലെങ്ത് കൂട്ടുകയോ അല്ലെങ്കിൽ 2 or 3 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മുടെ ഷെൽഫിലോട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് എന്തെങ്കിലും തട്ടിയിട്ട് പൊട്ടുന്ന സംഭവം ഇല്ലാണ്ടിരിക്കൂട്ടാ. സേഫ് ആയിട്ട് ഈ ഒരു കാർഡ്ബോർഡിനുള്ളിൽ ഇരുന്നോളും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള കാർഡ്ബോർഡ് ബേസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു റോൾ തന്നെ നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലോട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇതേ സെയിം കട്ട് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള 2 കാർഡ്ബോർഡിന്റെ പീസാണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് റൗണ്ടിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള അടപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന അടപ്പിന്റെ അളവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിനെക്കാളും കൂടുതലായിരിക്കണം കേട്ടോ. ഇനി ഇത് കാർഡ്ബോർഡിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് റൗണ്ടിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ അടുത്ത കാർഡ്ബോർഡ് പീസിലും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത 2 കാർഡ്ബോർഡ് പീസും റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ബേസ് എടുത്തതിന് ശേഷം അതിന് അടിഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഗ്രൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ വളകളൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ കുറച്ച് വളകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കുപ്പിവളകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. അങ്ങനെ ഇതുപോലുള്ള കുപ്പിവളകളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മുടെ കയ്യിലെ വളകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് കുപ്പിവളകൾ മാത്രമല്ല എല്ലാതരം വളകളും നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നമ്മുടെ വളകളൊക്കെ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ സ്റ്റോൺ ഒക്കെ പോകുന്നുള്ള പേടിയും വേണ്ട. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കൂടി നമുക്ക് ഈസി ആയിട്ട് വളകളൊക്കെ കാണാനും പിന്നെ അതുപോലെ തന്നെ എടുക്കാനും എളുപ്പമാണ്. അപ്പൊ ഇതുപോലുള്ള കാർഡ്ബോർഡ് ബേസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഭംഗിയാക്കി കൊടുക്കാനായിട്ട് ഇതിലോട്ട് നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ തെർമോക്കോളിന്റെ പീസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള തെർമോക്കോൾ പീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള തെർമോക്കോളൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട, നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പിന്നെ ഇതിലോട്ട് വേണ്ടത് ടൂത്ത് പിക്ക് ആണ്. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഉള്ളത് കൊണ്ട് എടുത്തുനിന്ന് മാത്രം. ഇനി നമുക്ക് ഇതൊക്കെ ഈ തെർമോക്കോളിലിട്ട് കുത്തി കൊടുക്കാം. പിന്നെ കുത്തി കൊടുക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ചെരിച്ചിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൂത്ത് പിക്ക് ഒന്നിനോടൊന്നും ചേർന്ന് നിൽക്കാനും പാടില്ല, കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇതാ അടുത്ത ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നത് ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ കുത്തി കൊടുക്കേണ്ടത്. ഇതേ രീതിയിൽ ഈ ഒരു തെർമോക്കോൾ അവസാനിക്കുന്നവരെ ഞാൻ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതാ ഈ ഒരു തെർമോക്കോളിൽ മുഴുവനായിട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഡബിൾ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ 4 കോർണറിലായിട്ടാണ് കേട്ടോ ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മുടെ ചുമരിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ചുമരിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നൂലൊക്കെ ഉണ്ടാവല്ലോ, അതായത് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികം നൂലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മുടെ കയ്യിലെ നൂലൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. മാത്രമല്ല ഈ ഒരു നൂല് കെട്ടുപണഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ഇതുപോലുള്ള നൂലൊക്കെ ഇട്ട് വെക്കാനുള്ളത് ബോക്സിലാണല്ലേ, അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കുന്ന ടൈമിൽ നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാനും പാടാണ്. മാത്രമല്ല ഈ ഒരു നൂല് തമ്മിൽ കൂടി ചേർന്ന് ആകെ മൊത്തം വൃത്തികേടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇതാ എന്റെ കയ്യിലെ നൂലൊക്കെ തെർമോക്കോളിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ കയ്യിലെ നൂലൊക്കെ അത് ഏതൊക്കെ കളറിലുള്ളതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതുപോലെ എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നൂലൊക്കെ കെട്ടുപണഞ്ഞ് വൃത്തികേടായി പോകുന്നത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതുപോലെ തെർമോക്കോൾ പീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്യാവശ്യം തയ്ക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള നൂലൊക്കെ ഒത്തിരി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ തെർമോക്കോളിന്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള അടുപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അടുപ്പ് നമുക്ക് തെർമോക്കോളിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തെർമോക്കോൾ പീസിന്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഹാഫ് സർക്കിൾ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു അടുപ്പ് പകുതി ഭാഗം മാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തെർമോക്കോൾ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഷാർപ്പ് ആയിട്ടുള്ള കട്ടർ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, ഈ ഒരു റൗണ്ടിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്റ്റോണിന്റെ ലേസ് ആണ്. ഈ ഒരു ലേസ് നമുക്ക് ഈ ഒരു നമ്മൾ ഹാഫ് സർക്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു തെർമോക്കോളിന്റെ പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ആണ്. ഗ്ലൂ ഗണ്ണ് അധികം ചൂടാവാൻ പാടില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തെർമോക്കോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ തെർമോക്കോൾ അങ്ങ് ഉരുകിപ്പോകും. ഈ ഒരു ഗ്ലൂ ഗണ്ണ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചൂടിൽ കിട്ടൂട്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം പോലും തെർമോക്കോൾ പീസ് ഒട്ടും തന്നെ ഉരുക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലുള്ള പിന്ന് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയൊരു സ്റ്റിക്കർ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് വേറെ സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കറിന്റെ ഒക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ തെർമോകോൾ പീസ് ആയതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ടാപ്പ് തന്നെ ധാരാളമാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചുമരിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു വാൾ ടോക്കർ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കീ ഹോൾഡർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ കയ്യിലെ ഡെക്കോർ പീസ് ഒക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കീ ഒക്കെ തൂക്കിയിടാനായിട്ടും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ വെറുതെ കളയുന്ന തെർമോകോൾ പീസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് വലിയ മെനക്കെടൊന്നും ഇല്ല, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ വീട് കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്നും പറയുന്നത് പോലെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.